ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റമായിരുന്നു December 19th. അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആക്ച്വലി ഇത് എനിക്കും ഒരു ഫസ്റ്റ് അരങ്ങേറ്റമായിരുന്നു ആസ് എ ടീച്ചറായിട്ട്. സോ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഗുരുവായൂരിലോട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം. ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരാൾക്ക് ബോറടിച്ച് ഡ്രോയിങ് ഒക്കെ തുടങ്ങി. ആക്ച്വലി ഷീ ഈസ് വെരി ടാലൻറ്റഡ്, നന്നായി വരയ്ക്കും ആൻഡ് ഓൾസോ നന്നായി ഡാൻസ് കളിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിൽ അവൾ നന്നായി കളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ ഞാൻ ഭയങ്കര ആങ്സൈറ്റിയും ടെൻഷനൊക്കെ ആയിരുന്നു, എങ്ങനെ അത് സ്മൂത്തായിട്ട് പോവോ എന്താണെന്നൊക്കെ ആലോചിച്ചിട്ട്. ആൻഡ് നാട് എത്താറാവുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് പിന്നെ എല്ലാ പ്രവാസികൾക്കും അറിയുമായിരിക്കും. ആൻഡ് ഞങ്ങളങ്ങനെ നാടെത്തി. അവിടെ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട സന്തോഷം. ആക്ച്വലി വർക്കിന് വേണ്ടി വന്നായിരുന്നെങ്കിലും അതെനിക്കൊരു കുഞ്ഞ് വെക്കേഷനായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വെക്കേഷനായിരുന്നു. ടെൻഷനും ഉണ്ടായിരുന്നു എങ്ങനെ കൊണ്ടുപോകും, ബിക്കോസ് എനിക്കിത് ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ എന്ത് ചെയ്യുന്നറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് വയ്യാകെ ഉണ്ടായിരുന്നു, കുറേ ചുമയൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസത്തിൻ്റെ. പിന്നെ റിഹേഴ്സൽ എങ്ങനെ പോകും അങ്ങനത്തെ ടെൻഷൻ. ഓർക്കസ്ട്ര ടീമിനെ ആദ്യമായിട്ട് ഞാനും കാണുന്നത്. അങ്ങനെ എല്ലാം സ്മൂത്തായി പോണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ എല്ലാം അടിപൊളിയായിരുന്നു. ഓർക്കസ്ട്ര ടീമിനെ എടുത്ത് പറയുവാണെങ്കിൽ ദേ വെർ ദ ബെസ്റ്റ് ആക്ച്വലി. അവൾക്കനുസരിച്ചും അവളും അവർക്കനുസരിച്ച് അടിപൊളിയായിട്ട് ചെയ്തു. 2 റിഹേഴ്സൽ ഉണ്ടായിരുന്നു, രണ്ടും അടിപൊളിയായിട്ട് പോയി. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനും ടെൻഷനൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് പോയി. പിന്നെ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഞാൻ നല്ലോണം ജതി പറയോ, എല്ലാം നോർമലി പോകണം, ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫ്ലോ വരുത്തോ എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ എനിക്ക് മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം സ്മൂത്തായിട്ട് പോയി എന്ന് തന്നെ പറയണം. പിന്നെ നമ്മളുടെ മേക്കപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ മനോജ് ചേട്ടനായിരുന്നു. അങ്ങനെക്കുറിച്ച് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, അവരെ എല്ലാ മേക്കപ്പും അടിപൊളിയാണ്. അതേപോലെ തന്നെ ശ്രീദേവിയുടെ മേക്കപ്പും ഫ്ലോലെസ് ആയിരുന്നു, അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു. ഷി വാസ് ആക്ച്വലി ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അന്നത്തെ അരങ്ങേറ്റത്തെ ദിവസം എത്തി. പിന്നെ രാവിലത്തെ ആ ടെൻഷനും ഏർലി മോർണിംഗ് എണീക്കലും അവളാകെ ടയേർഡായി. പിന്നെ എനിക്കാകെ ടെൻഷനായി, അവളെങ്ങനെ കളിക്കും. പിന്നെ ആദ്യമായിട്ടാണ് അവൾ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കളിക്കുന്നത് വിത്ത് ഓർക്കസ്ട്ര ടീം. അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും അങ്ങനെ സെറ്റായി വന്നപ്പോൾ ഓക്കെ, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടു. പിന്നെ അടിപൊളിയായിട്ട് എല്ലാവരും, ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്ന് അവളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഫുൾ അടിപൊളി പോരായിരുന്നു. പിന്നെ എൻ്റെ നട്ടുവാങ്കം ഞാൻ കുറേ പ്രാവശ്യം കോളേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും അതൊരു ടീച്ചറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, താളം മിസ് ചെയ്യോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം സ്മൂത്തായിട്ട് പോയി. എനിക്ക് കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിന്ന ഓർക്കസ്ട്ര ടീം തന്നെ, അവരെ തന്നെ എടുത്ത് പറയും. എൻ്റെ അരങ്ങേറ്റം ഇതേ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങ് പഠിക്കുമായിരുന്നു. പിന്നെ ഈ വേറൊരു സ്പെഷ്യൽ തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ പെർഫോമൻസിന് എൻ്റെ കുട്ടിയുടെ അരങ്ങേറ്റത്തിന് ആങ്കറിങ് ചെയ്തത് എൻ്റെ അമ്മയായിരുന്നു. ആൻഡ് ഓൾസോ അരങ്ങേറ്റത്തിൻ്റെ പുറകിലുള്ള എല്ലാ വർക്കും എൻ്റെ അച്ഛനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നത്, പിന്നെ ബുക്ക് ചെയ്യുന്നത്, പിന്നെ വീഡിയോഗ്രാഫർ അറേഞ്ച് ചെയ്യുന്നത്, മേക്കപ്പ് മാൻ അറേഞ്ച് ചെയ്തത് ഒക്കെ എൻ്റെ അച്ഛനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ 2 പേരായിരുന്നു എൻ്റെ ഫുൾ സപ്പോർട്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഈവൻ്റായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രത്തോളം ഹാപ്പിയാണെന്ന് എനിക്ക് വേർഡ്സ് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതിന് ഞാൻ ശ്രീദേവിനോടും ശ്രീദേവിയുടെ പേരൻസ് അനുശ്രീ ചേച്ചി, ദീപു ചേട്ടനോടും ഭയങ്കരമായിട്ടും ഇൻഡെപ്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. താങ്ക് യു സോ മച്ച്. ഇനിയും അവൾ കുറേ സ്റ്റേജസിൽ കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.